പ്രണയിനി ഭാഗം 20. ഏട്ടാ. കളിപ്പിൽ ഒന്നും മിണ്ടാതെ ചെയറിലിരിക്കുന്ന എഡ്ഡിയെ ഒന്ന് നോക്കിക്കൊണ്ട് ആരു പതിയെ അപ്പുവിൻ്റെ അരികിൽ ചെന്നുകൊണ്ട് അവനെ വിളിച്ചു. എന്താ മോളെ? അവളുടെ വിളി കേട്ടപ്പോൾ അപ്പു തിരിഞ്ഞവളെ നോക്കി. കൂടെ കീർത്തുവും. ഇരുവരും അവളുടെ മുഖത്തെ ടെൻഷനാണ് ആദ്യം ശ്രദ്ധിച്ചത്. അത് പിന്നെ, ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് എന്ന് പറയാവോ? കണ്ണുകൊണ്ട് എഡ്ഡിയെ കാണിച്ച് അപേക്ഷിക്കും പോലെ അവൾ പറഞ്ഞു തീർന്നതും അത്രയും നേരം ഒന്നും മിണ്ടാതെ എന്തൊക്കെയോ ചിന്തിച്ചു കൊണ്ടിരുന്ന എഡ്ഡി ചാടി എഴുന്നേറ്റുകൊണ്ട് ആരുവിൻ്റെ മുമ്പിൽ പോയി നിന്നു. എന്ത് പ്രശ്നമാക്കരുതെന്നാ ആദ്യം നീ പറയുന്നത്? പറയാൻ. അവർ നിന്നോട് ചെയ്തതൊക്കെ നല്ല കാര്യമാണോ? നീ എന്നിലേക്ക് എത്താനുള്ള വഴിയാണെങ്കിൽ കൂടിയും നിന്നെ കരയിച്ചതിന് അവർക്കുള്ള 18ൻ്റെ പണി ഞാൻ കൊടുത്തിരിക്കും. അതിൻ്റെ ഇടയിൽ തടയാനെങ്ങാനും വന്നാൽ. ദേഷ്യമടക്കാനാവാതെ എഡ്ഡി പറഞ്ഞപ്പോൾ ആരു വിതുമ്പുന്ന ചുണ്ടുകളോടെ അവനെ നോക്കി. സങ്കടം കൊണ്ട് അവളുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അപ്പോഴായിരുന്നു അവളുടെ കണ്ണുനീർ കണ്ടപ്പോഴായിരുന്നു എഡ്ഡിക്ക് താൻ ദേഷ്യപ്പെട്ടത് ഓർമ്മ വന്നത്. ആരുവിൻ്റെ കരച്ചിൽ കണ്ട് അവൻ ദയനീയമായി അപ്പുവിനെയും കീർത്തുവിനെയും നോക്കിയപ്പോൾ അവിടെ അനുഭവിച്ചു എന്ന മട്ടിലുള്ള എക്സ്പ്രഷനായിരുന്നു. അത് കാണെ അവൻ്റെ മുഖം കൂടുതൽ ദയനീയമായി. ആദ്യ, ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ കരയല്ലേ? അവൾ ചുണ്ടു കൂട്ടിപ്പിടിച്ച് വിതുമ്പുന്നത് കണ്ട എഡ്ഡി അവൾക്കടുത്തേക്ക് ചെന്ന് കവിളിൽ കൈവെക്കാനാനതും ആരു ആ കൈ തട്ടി മാറ്റി. വേണ്ട, എന്നോട് ദേഷ്യപ്പെട്ടതല്ലേ, അതുകൊണ്ട് എഡ്ഡിച്ചൻ എന്നെ തൊടണ്ട. അന്നാദ്യമായി പരിഭവം കൊണ്ടുള്ള അവളുടെ വാക്കുകൾ കേട്ടപ്പോൾ എഡ്ഡിക്ക് ശ്വാസം വിലങ്ങിയതുപോലെ തോന്നി. അവിശ്വാസത്തോടെ അവൻ അവളെ നോക്കി നിൽക്കുമ്പോൾ അതേ അവസ്ഥയിൽ കണ്ണും തള്ളിക്കൊണ്ട് അവളെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു കുറച്ചു മുന്നേ എക്സ്പ്രഷൻ ഇട്ടു നിന്നവർ. എന്നാൽ ആരു അപ്പോഴും വിതുമ്പിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ഇടയ്ക്ക് ഇടം കണ്ണാലെ എഡ്ഡിയെ നോക്കും. അപ്പോൾ അവൻ നോക്കുന്നത് കാണുമ്പോൾ വീണ്ടും വിതുമ്പാൻ തുടങ്ങും. അവളുടെ ആ കളിയിൽ നിന്ന് തന്നെ അതൊക്കെ അവളുടെ ആക്ടിംഗ് ആണെന്ന് മനസ്സിലായിട്ടും എഡ്ഡി അത് മനസ്സിൽ തന്നെ വെച്ചു. കാരണം അവൻ ആവശ്യം അവനോട് കുറുമ്പ് കാണിച്ച് നടക്കുന്ന ആരുവിനെ ആയിരുന്നു. ആദ്യ, ഞാനൊന്ന് പറഞ്ഞോട്ടെടാ. ചുണ്ടിൽ വിരിഞ്ഞ ചിരി മറച്ചുകൊണ്ട് അവൻ അവളെ നോക്കി വിഷമം അഭിനയിച്ച് പറഞ്ഞപ്പോൾ ആരുവിൻ്റെ മുഖത്ത് കുറുമ്പ് കൂടി. വേണ്ട, ഒന്നും പറയണ്ട, എന്നോട് മിണ്ടാൻ വരണ്ട. അവനെ നോക്കി കണ്ണു കോർപ്പിച്ചുകൊണ്ട് അവൾ പറഞ്ഞപ്പോൾ എഡ്ഡി കണ്ണിമ ചിമ്മാതെ വല്ലാത്തൊരിഷ്ടത്തോടെ അവളെ തന്നെ നോക്കി നിന്നുപോയി. അപ്പുവേട്ടാ, ഞാൻ കാണുന്നത് തന്നെയാണോ നിങ്ങളും കാണുന്നേ? എന്നെ ഒന്ന് നുള്ളിക്കേ. ആരുവിൻ്റെ കളി കണ്ട് ആകെ കിളിപോയ കണക്കെ കീർത്തു അപ്പുവിൻ്റെ മേലേക്ക് ചാഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ അത് കേൾക്കാൻ കാത്തിരുന്ന പോലെ അപ്പു കുസൃതി ചിരിയോടെ കീർത്തുവിൻ്റെ ടോപ്പിനിടയിൽ കൂടി കൈയിട്ട് അവളുടെ ഇടുപ്പിൽ ഒരു പിച്ച് കൊടുത്തു. ഹൗ കാല, അതിങ്ങ് പറിച്ചെടുത്തോ? ഇടുപ്പ് തടവിക്കൊണ്ട് കീർത്തു അപ്പുവിനെ നോക്കി ദേഷ്യത്തിൽ ചോദിച്ചപ്പോൾ അവൻ നന്നായി ഒന്ന് എളിച്ചു കാണിച്ചു. എന്താ ഒരു എളി? ആ നിൽക്കുന്നവളെ ഏട്ടനല്ലേ? ഇതല്ല, ഇതിനപ്പുറവും ഞാൻ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. കീർത്തു അതും പറഞ്ഞ് വീർത്ത മുഖത്തോടെ തിരിഞ്ഞപ്പോൾ ആണ് അടിയൊക്കെ നിർത്തിയ ശേഷം അവരെ രണ്ടുപേരെയും നോക്കി നിൽക്കുന്ന ആരുവിനെയും എഡ്ഡിയെയും കണ്ടത്. അവർ നോക്കുന്നത് കണ്ടപ്പോൾ കീർത്തി എളിച്ചുകൊണ്ട് അവരെ നോക്കി വേഗം തന്നെ മുറിയിലേക്ക് ഓടിപ്പോയി. അപ്പു പിന്നെ നേരത്തെ എളിമൂഡ് ഓണാക്കിക്കൊണ്ട് ആരുവിൻ്റെ അടുത്തെത്തിയിരുന്നു. ഏട്ടാ. ആരു അപ്പുവിനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ നെഞ്ചിൽ മുഖം അമർത്തിക്കൊണ്ട് നിന്നപ്പോൾ അവൻ വാത്സല്യത്തോടെ അവളുടെ നെറുകയിൽ തലോടി അവളെ നെഞ്ചോട് ചേർത്തണച്ചു. ഏട്ടൻ്റെ പൂച്ചക്കുട്ടിക്ക് ഏട്ടനോട് ദേഷ്യം തോന്നുന്നില്ലേ? ഏട്ടനും കൂടെ കാരണം? വേണ്ട ഏട്ടാ, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. എനിക്ക് ദേഷ്യമൊന്നുമില്ല. അവൻ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പേ ആരു പറഞ്ഞപ്പോൾ അപ്പു അവളെ നോക്കി ചിരിച്ചു. എന്നാൽ മോള് പോയി റെഡിയാവോ? കറങ്ങാനൊക്കെ നമുക്ക് പിന്നൊരു ദിവസം പോകാം. ഇപ്പോൾ കമ്പനിയിൽ പോകാൻ നോക്കൂ, എഡ്ഡിയും കൂടെ ഉണ്ടല്ലോ. അപ്പു അത് പറഞ്ഞപ്പോഴാണ് ആരുവിന് എഡ്ഡിയെ ഓർമ്മ വന്നത്. പതിയെ അപ്പുവിൻ്റെ അടുത്ത് നിന്നും മാറി തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു കുശുമ്പോടെ തങ്ങളെ നോക്കി നിൽക്കുന്നവനെ. അവൻ്റെ ആ കുശുമ്പിൻ്റെ കാരണം അറിയില്ലെങ്കിലും എന്തുകൊണ്ടോ അവൾക്ക് അവൻ അങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ ചിരി വരുന്നുണ്ടായിരുന്നു. എന്നാ ഓക്കെ മോളെ, ഏട്ടൻ പോയി റെഡിയാവട്ടെ. അപ്പു അതും പറഞ്ഞ് ആരുവിൻ്റെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു. ശേഷം എഡ്ഡിയോടും പറഞ്ഞു കൊണ്ടവൻ മുറിയിലേക്ക് പോയി. അപ്പോൾ ഹാളിൽ അവർ രണ്ടുപേരുമായപ്പോൾ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് വെപ്രാളത്തോടെ നടക്കാൻ തുടങ്ങിയ ആരുവിനെ എഡ്ഡി കയ്യിൽ പിടിച്ചു നിർത്തി. എനിക്കും വേണം. വീർത്ത മുഖത്തോടെയുള്ള എഡ്ഡിയുടെ വാക്കുകൾ കേട്ടപ്പോൾ ആരു ഒന്നും മനസ്സിലാകാതെ അവനെ നോക്കി. നീ ഏട്ടനെ കെട്ടിപ്പിടിച്ച് നിന്നില്ലേ, അതുപോലെ എന്താ എന്നോട് ചെയ്യാതെ പോകുന്നത്? എനിക്കും വേണം അങ്ങനെ. കണ്ണിൽ കുറുമ്പും മുഖത്ത് കുശുമ്പും നിറച്ചുകൊണ്ട് പറയുന്നവനെ അവൾ പകച്ചുകൊണ്ട് നോക്കി. അപ്പോഴാണ് അവൾക്ക് കുറച്ചു മുന്നേ താൻ ഏട്ടനെ ഹഗ് ചെയ്തപ്പോൾ തങ്ങളെ നോക്കി മുഖം വീർപ്പിച്ച് നിൽക്കുന്ന എഡ്ഡിയെ ഓർമ്മ വന്നത്. മഹാദേവ, ഈ എഡ്ഡിച്ചൻ എന്താ ഇങ്ങനെ? എന്തൊക്കെ കുഞ്ഞു കാര്യത്തിനാണ് വാശി പിടിക്കുന്നത്? അല്ല, എനിക്കെന്താണ് സംഭവിക്കുന്നത്? ഇതുവരെ ആരോടും ഒന്ന് പരിഭവപ്പെടുകയോ കൂടുതൽ അടുക്കുകയോ ചെയ്യാത്ത ഞാൻ അല്ലേ എഡ്ഡിച്ചനുമായി? മഹാദേവ,
എന്താണ് സംഭവിക്കുന്നത് എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇയാൾക്കൊപ്പം ഞാൻ സന്തോഷവതിയും സുരക്ഷിതയുമായിരിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നത് എന്തുകൊണ്ടാണ്? അവനെ നോക്കി നിൽക്കെ അവൾ മനസ്സിൽ പറഞ്ഞു. എഡിച്ചൻ്റെ ബൊമ്മക്കുട്ടി എന്താ ആലോചിച്ച് നിൽക്കുന്നത്? കാതിനരികിൽ പതിഞ്ഞ അവൻ്റെ ചുടുനിശ്വാസവും ശബ്ദവുമായിരുന്നു അവളെ ചിന്തയിൽ നിന്നും ഉണർത്തിയത്. ഞെട്ടിക്കൊണ്ട് അവൾ എഡ്ഡിയെ നോക്കുമ്പോഴേക്കും അവൻ തന്നെ അവളെ ചുറ്റിപ്പിടിച്ച് തൻ്റെ നെഞ്ചിലേക്ക് ചേർത്തിരുന്നു. അവൻ്റെ ആ പ്രവൃത്തിയിൽ ആദ്യമൊന്ന് പകച്ചുപോയെങ്കിലും പിന്നീട് നിറഞ്ഞ ചിരിയോടെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി നിന്നു. ആ നിമിഷം രണ്ടുപേരുടെയും താളം തെറ്റി മിടിച്ചുകൊണ്ടിരുന്ന ഹൃദയമിടിപ്പ് ഒന്നായി ഒരേ താളത്തിൽ മിടിക്കാൻ തുടങ്ങി, ഒരു സംഗീതം പോലെ. ഇതേ സമയം നന്ദൻ്റെ ഫ്ലാറ്റിൽ ഇന്നലെ കീർത്തുവിനെ കണ്ടു വന്നപ്പോൾ മുതൽ തന്നിൽ നിന്നും ഒഴിഞ്ഞു മാറി നടക്കുന്ന ശില്പയെ നന്ദൻ വേദനയോടെ നോക്കിയിരുന്നു. അവൾ അവൻ്റെ നോട്ടവും മുഖത്ത് നിറഞ്ഞു വരുന്ന ദുഃഖവുമൊക്കെ കണ്ടെങ്കിലും കാണാത്ത പോലെ ഫോണിൽ നോക്കിയിരുന്നു. ശില്പ, നീ എന്താ എന്നോടൊന്നും മിണ്ടാത്തത്? ഞാൻ നിന്നെ എന്ത് ചെയ്തിട്ടാടാ? ഓഫീസിൽ പോകാൻ വേണ്ടി ഒരുങ്ങി വന്നിട്ടും അവളൊന്ന് നോക്കുക പോലും ചെയ്യാത്തത് കണ്ടപ്പോൾ നന്ദൻ ദേഷ്യത്തോടെയും അതിലുപരി സങ്കടത്തോടെയും അവളെ നോക്കി ചോദിച്ചു. ഒന്ന് നിർത്ത് നന്ദ. ഇന്നലെ അവൾ പറഞ്ഞതൊന്നും എനിക്കത്ര പെട്ടെന്ന് മറക്കാനാവില്ല. ഞാൻ അതിൻ്റെ മൂഡ് ഓഫിലാണ്. തലയിൽ കൈ ചേർത്തുകൊണ്ട് ശില്പ പറഞ്ഞപ്പോൾ അവളൊന്ന് മിണ്ടിയല്ലോ എന്ന ആശ്വാസത്തിലായിരുന്നു നന്ദൻ. ആം, എനിക്ക് മനസ്സിലാവും ശില്പ. സാരമില്ല. എന്തായാലും ഇപ്പോൾ തന്നെ ലേറ്റായി. ഞാൻ ഇറങ്ങുക. എഡിൻ കാത്തു നിൽക്കുന്നുണ്ടാവും. നന്ദൻ അതും പറഞ്ഞ് എഴുന്നേറ്റുകൊണ്ട് ബാഗ് കയ്യിലെടുത്തപ്പോൾ അത്രയും നേരം അവനെ നോക്കാതിരുന്ന ശില്പ ചാടി എഴുന്നേറ്റ് അവൻ്റെ അരികിലേക്ക് ചെന്നു. ഞാനും വന്നോട്ടെ നന്ദ? ഇവിടെ ഇരുന്നിട്ട് ആകെ ഒരു ബോറിംഗ് പോലെ. പാവം പോലുള്ള അവളുടെ ചോദ്യം കേട്ടപ്പോൾ ഒന്ന് ആലോചിച്ചു നിന്ന നന്ദൻ പിന്നീട് അവളെ നോക്കി ചിരിച്ചുകൊണ്ട് തലയാട്ടി. അപ്പോൾ അവൻ്റെ സമ്മതം കിട്ടിയപ്പോൾ കവിളിൽ ഒരു ഉമ്മയും കൊടുത്ത് സന്തോഷത്തോടെ ഡ്രസ്സ് മാറാൻ വേണ്ടി പോകുന്നവളെ നന്ദൻ പ്രണയത്തോടെ നോക്കി. പാവം, അവളുടെ പിണക്കത്തിന് അത്രയേ ആയുസുള്ളൂ. എന്തായാലും ഇനി അവളെ വിഷമിപ്പിക്കാതെ നോക്കണം, നന്ദൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവളെയും കാത്തു നിന്നു. ഇതേ സമയം എഡ്ഡിയുടെ കാറിൽ അവനൊപ്പം ഓഫീസിലേക്ക് പോവുകയായിരുന്നു ആരു. എന്തുകൊണ്ടോ അവിടെ വീണ്ടും നന്ദനെ കാണേണ്ടി വരുമല്ലോ എന്നോർത്ത് അവൾ ആകെ അപ്സെറ്റായിരുന്നു. എന്നാൽ എഡ്ഡി ആകട്ടെ അവർക്കുള്ള ആദ്യത്തെ പ്രഹരം എങ്ങനെ കൊടുക്കുമെന്നുള്ള ചിന്തയിലുമായിരുന്നു. അങ്ങനെ എഡ്ഡിയുടെ വണ്ടി ASJ കമ്പനിക്ക് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ തന്നെ കാണുന്നത് അവർക്ക് പിറകിലായി കാറിൽ നിന്നും ഇറങ്ങി ചിരിയോടെ നടന്നു വരുന്ന നന്ദനെയും ശില്പയെയുമാണ്. അത് കണ്ടപ്പോൾ അവരെ കണ്ടപ്പോൾ എഡ്ഡിയുടെ മുഖം മാറുന്നത് കണ്ട ആരു അവൻ്റെ കയ്യിൽ പിടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും എഡ്ഡി ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങിയിരുന്നു.